2019 ഫെബ്രുവരി 2 മഹാരാഷ്ട്രയിലെ ജാൽഗോൺ ഡിസ്ട്രിക്റ്റിലെ ചഹാർഡി എന്ന ഗ്രാമത്തിൽ നിന്നും 12 വയസ്സുള്ള മൻകേഷ് പാട്ടീൽ എന്ന ആൺകുട്ടിയെ കാണാതാവുന്നു. സ്കൂളിൽ നിന്നും വീട്ടിലെത്തിയ മൻകേഷ് ടോയ്ലറ്റിലേക്ക് പോകുന്നതിനായി വീടിനടുത്തുള്ള കാട്ടിലേക്ക് പോയതായിരുന്നു. പിന്നീട് അവനെ ആരും ജീവനോടെ കണ്ടിട്ടില്ല. ചഹാർഡി എന്ന ഗ്രാമം വനത്തിനടുത്തായാണ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ വന്യമൃഗങ്ങൾ വല്ലതും മൻകേഷ് പാട്ടീലിനെ ആക്രമിച്ചിരിക്കാമെന്നാണ് ആദ്യമെല്ലാവരും കരുതിയതെങ്കിലും പിന്നീട് നരബലിയിലേക്കാണ് കേസന്വേഷണം വഴിതിരിഞ്ഞത്. കാരണം ഈ കാലഘട്ടത്തിലും ചഹാർഡി ഗ്രാമത്തിലെ പല സ്ഥലങ്ങളിലും നരബലി നടക്കുന്നതായുള്ള രഹസ്യ വിവരങ്ങൾ പോലീസുകാർക്ക് ലഭിച്ചിരുന്നു. കുട്ടി മിസ്സിംഗ് ആയി ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പോലീസ് കേസ് തെളിയിച്ചു. ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നത്. 2019 ഫെബ്രുവരി 2 കാണാതായ 12 വയസ്സുള്ള മൻകേഷ് പാട്ടീലിന് എന്താണ് സംഭവിച്ചത്? നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ഇവിടെ ആരംഭിക്കുന്നു. വെൽക്കം ബാക്ക്. മഹാരാഷ്ട്രയിലെ ജൽഗോൺ ഡിസ്ട്രിക്റ്റിൽ ചോപ്ഡ താലൂക്കിലാണ് ചഹാഡി എന്നു പേരുള്ള ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. ടൗണിൽ നിന്നും കുറേ ദൂരം ഉള്ളിലേക്ക് മാറി വലിയൊരു കാടിനടുത്തായാണ് ആ ഗ്രാമമുള്ളത്. അവിടെയുള്ള ആളുകൾ വളരെ താഴ്ന്ന സാമ്പത്തിക സ്ഥിതിയുള്ളവരായിരുന്നു. മിക്കവാറും പേരും ഗ്രാമത്തിന് പുറത്ത് കൂലിപ്പണിക്ക് പോകുന്നവർ. മറ്റുള്ളവർ ആ കാടിനോട് ചേർന്ന ചുറ്റുപാടിൽ പൊരുത്തപ്പെട്ട് ജീവിച്ച് ശീലിച്ചവരും. ആ ഗ്രാമത്തിൽ തന്നെയായിരുന്നു ദഗ്ദു പാട്ടീലും കുടുംബവും ജീവിച്ചിരുന്നത്. ഒരു കെട്ടിട നിർമ്മാണ തൊഴിലാളിയായിരുന്ന ദഗ്ദു പാട്ടീലിന്റെ ഭാര്യയുടെ പേര് ഗീതാബായി എന്നാണ്. ഇവർക്ക് 2 കുട്ടികളുണ്ട്. 12 വയസ്സുള്ള മൂത്ത മകൻ മൻകേഷ് പാട്ടീലും അവന്റെ അനിയത്തി ദേവി പാട്ടീലും. ആ നാട്ടിലുള്ള ഒരു ഗവൺമെന്റ് സ്കൂളിലാണ് അവർ പഠിക്കുന്നത്. ദിവസവും രാവിലെ 9 മണിക്ക് പോയാൽ 4 മണിക്ക് ശേഷമേ കുട്ടികൾ തിരിച്ചു വരികയുള്ളൂ. ദഗ്ദു പാട്ടീൽ ചിലപ്പോഴൊക്കെ ടൗണിൽ കെട്ടിട നിർമ്മാണ ജോലിക്ക് പോയാൽ 2-3 ദിവസങ്ങൾ കഴിഞ്ഞേ മടങ്ങി വരാറുള്ളൂ. ദഗ്ദു പാട്ടീലിന്റെ ദിവസക്കൂലി മാത്രമായിരുന്നു അക്കുടുംബത്തിന്റെ ഏക വരുമാന മാർഗം. സാമ്പത്തികമായി കുറച്ച് ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ടെങ്കിൽ കൂടിയും വളരെ സന്തോഷത്തോടെയായിരുന്നു അവരുടെ കുടുംബം ജീവിച്ചിരുന്നത്. അങ്ങനെയിരിക്കെ 2019 ഫെബ്രുവരി 2 ദഗ്ദു പാട്ടീൽ എന്നത്തെയും പോലെ രാവിലെ ജോലിക്ക് പോയി. 9 മണിയായതോടെ മൻകേഷ് പാട്ടീൽ അവന്റെ അനിയത്തിയെയും കൂട്ടി സ്കൂളിലേക്കും പോയി. ഫെബ്രുവരി 2 ശനിയാഴ്ചയായിരുന്നതിനാൽ ഉച്ചവരെ മാത്രമേ ക്ലാസ് ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഉച്ചയ്ക്കുള്ള ഭക്ഷണം വീട്ടിൽ പോയി കഴിക്കാമെന്ന് കരുതി മൻകേഷ് അവന്റെ അനിയത്തിയെയും കൂട്ടി വേഗത്തിൽ വീട്ടിലേക്ക് നടന്നു. ശനിയാഴ്ച സ്കൂൾ ഉണ്ടാവുന്ന ദിവസങ്ങളിൽ അവർ വീടെത്താൻ 2 മണിയാവാറുണ്ട്. പക്ഷേ അന്നവർ 1:30 വീട്ടിലെത്തി. വീടെത്തിയതും മൻകേഷ് പാട്ടീൽ അവന്റെ ബാഗ് വീട്ടിൽ വെച്ചതിന് ശേഷം തനിക്ക് ടോയ്ലറ്റിലേക്ക് പോകണമെന്ന് പറഞ്ഞ് അവിടെ നിന്നും വേഗത്തിൽ ഇറങ്ങി. അവരുടെ വീട്ടിൽ ടോയ്ലറ്റ് സൗകര്യമില്ലാത്തതുകൊണ്ട് ആ ഗ്രാമത്തിനടുത്തുള്ള കാട്ടിലേക്കാണ് എല്ലാവരും പോവാറുള്ളത്. ഞാൻ തിരിച്ചു വന്നതിനു ശേഷം ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞു പോയ മൻകേഷ് പാട്ടീലിനെ 3 മണിയായിട്ടും കാണാതായപ്പോൾ ഗീതാബായി മൻകേഷിനെയും കാത്ത് വീടിന് പുറത്തിരുന്നു. സമയം 4 മണിയായി. ഇനിയും അവൻ തിരിച്ചു വന്നിട്ടില്ല. ഗീതാബായിക്ക് ദേഷ്യം വരാൻ തുടങ്ങി. മൻകേഷ് വീട്ടിലേക്ക് തിരിച്ചു വരാതെ കൂട്ടുകാരുടെ കൂടെ കളിക്കാൻ പോയിട്ടുണ്ടാവുമെന്നാണ് ഗീതാബായി കരുതിയത്. അവർ നേരെ മൻകേഷും കൂട്ടുകാരും എന്നും കളിക്കാറുള്ള സ്ഥലത്ത് പോയി നോക്കി. പക്ഷെ അവന്റെ കൂട്ടുകാർ പറഞ്ഞത് സ്കൂളിൽ നിന്നും വന്നതിനു ശേഷം അവർ അവനെ കണ്ടിട്ടേയില്ല എന്നാണ്. കുറച്ചു ദൂരെയായി ഒരു ക്രിക്കറ്റ് ഗ്രൗണ്ട് ഉണ്ട്. ഒരുപക്ഷെ മൻകേഷ് ആ ഗ്രൗണ്ടിലേക്ക് കളി കാണാൻ പോയിട്ടുണ്ടാവുമോ എന്ന് അവന്റെ കൂട്ടുകാരിൽ ഒരാൾ സംശയം പ്രകടിപ്പിച്ചു. ഇത് കേട്ടതും ഗീതാബായി അവിടെ നിന്നും ദേഷ്യത്തിൽ ആ ക്രിക്കറ്റ് ഗ്രൗണ്ടിലേക്ക് പോയി നോക്കി. പക്ഷെ അവിടെയും അവൻ എത്തിയിട്ടില്ല എന്ന് മനസ്സിലായതോടെ ഗീതാബായിക്ക് ഭയം വന്നു തുടങ്ങി. അവർ കരഞ്ഞുകൊണ്ട് അവിടെ നിന്നും മകനെ അന്വേഷിച്ച് പല സ്ഥലങ്ങളിലും അലഞ്ഞു തിരിഞ്ഞു. അവർ ടോയ്ലറ്റിലേക്ക് പോവാറുള്ള കാടിനകത്ത് മുഴുവൻ പരിശോധിച്ചു. പക്ഷെ എവിടെയും മൻകേഷിനെ കാണുന്നില്ല. അപ്പോഴേക്കും നേരം ഇരുട്ടിക്കഴിഞ്ഞിരുന്നു. ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയ ദഗ്ദു പാട്ടീലിനോട് അയൽവാസികൾ കാര്യം പറഞ്ഞു. ദഗ്ദു പാട്ടീലും നാട്ടുകാരും ചേർന്ന് പാതിരാത്രി വരെ തിരച്ചിൽ നടത്തിയിട്ടും അവനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. മൻകേഷ് പോവാൻ സാധ്യതയുള്ള എല്ലാ സ്ഥലങ്ങളിലും അവർ അന്വേഷിച്ചു. പക്ഷേ സ്കൂൾ കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നതിനു ശേഷം മൻകേഷിനെ ഒരാളും കണ്ടിട്ടില്ല എന്നാണ് എല്ലാവരും പറഞ്ഞത്. അടുത്ത ദിവസം രാവിലെ തന്നെ ദഗ്ദു പാട്ടീലും നാട്ടുകാരും ചേർന്ന് ചോപ്ഡ പോലീസ് സ്റ്റേഷനിൽ പോയി കുട്ടി മിസ്സിംഗ് ആണ് എന്നുള്ള പരാതി കൊടുത്തു. ഉടനെ തന്നെ കുറച്ച് പോലീസുകാർ ചഹാർഡി ഗ്രാമത്തിലെത്തുകയും കുട്ടിക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ആരംഭിക്കുകയും ചെയ്തു. ഗ്രാമത്തിലെത്തിയ പോലീസുകാർ ആദ്യം മൻകേഷ് പാട്ടീലിന്റെ അമ്മ ഗീതാബായിനോട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. അവർ നടന്ന സംഭവങ്ങൾ മുഴുവൻ പോലീസുകാരോട് തുറന്നു പറഞ്ഞു. ഇതോടെ പോലീസ് ആ ഗ്രാമത്തിലുള്ള മൻകേഷിന്റെ എല്ലാ കൂട്ടുകാരെയും ചോദ്യം ചെയ്തു. കഴിഞ്ഞ ദിവസങ്ങളിൽ എപ്പോഴെങ്കിലും മൻകേഷ് പാട്ടീൽ ആരോടെങ്കിലും വഴക്കിടുകയോ അടികൂടുകയോ ചെയ്തിട്ടുണ്ടോ എന്നാണ് അവർ ചോദിച്ചത്. പക്ഷേ ഇല്ല എന്നായിരുന്നു എല്ലാ കുട്ടികളും മറുപടി പറഞ്ഞത്.
ദഗ്ധു പാട്ടീലിന്റെ കുടുംബത്തിന് ആ ഗ്രാമത്തിനകത്തോ പുറത്തോ ആരെങ്കിലും ശത്രുക്കളുണ്ടോ എന്നും കുട്ടിയെ കടത്തിക്കൊണ്ടുപോവാൻ മാത്രമുള്ള സാധ്യതയുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നു. പക്ഷേ വലിയ സാമ്പത്തിക സ്ഥിതിയൊന്നുമില്ലാത്ത ദഗ്ധു പാട്ടീലിന്റെ മകനെ തട്ടിക്കൊണ്ടുപോയിട്ട് ആർക്കെന്തു ഗുണം? ഇതോടെയാണ് പോലീസ് മറ്റുള്ള സാധ്യതകൾ പരിശോധിച്ചത്. വനത്തിനകത്താണ് കുട്ടി ടോയ്ലറ്റിലേക്ക് പോയത് എന്നുള്ളതുകൊണ്ട് തന്നെ വന്യമൃഗങ്ങൾ വല്ലതും ആക്രമിച്ചിട്ടുണ്ടോ എന്നുള്ള രീതിയിലും അന്വേഷണം നടന്നു. പക്ഷേ അതിൻ്റെതായ ഒരു തെളിവും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇതോടെയാണ് പോലീസ് ചഹാഡി ഗ്രാമത്തിന്റെ ചരിത്രത്തെക്കുറിച്ച് പരിശോധിക്കാൻ തുടങ്ങിയത്. വളരെ വിചിത്രമായ കുറച്ച് കാര്യങ്ങൾ അവിടെ നടക്കാറുണ്ട് എന്ന് പോലീസുകാർക്ക് രഹസ്യ വിവരം ലഭിച്ചിരുന്നു. ആ ഗ്രാമത്തിലെ പല ഭാഗത്തും ഇപ്പോഴും നരബലി നടക്കാറുണ്ട് എന്നാണ് പോലീസുകാർക്ക് ലഭിച്ചിരുന്ന രഹസ്യ വിവരം. ഇതിന്റെ അടിസ്ഥാനത്തിൽ മൻകേഷ് പാട്ടീലും അതിന്റെ ഇരയായിട്ടുണ്ടോ എന്നുള്ള രീതിയിലും പോലീസ് അന്വേഷണം നടത്തി. പക്ഷേ കാര്യമായ ഒരു ലീഡും ലഭിച്ചില്ല. കുട്ടിയെ കണ്ടുപിടിക്കാൻ വൈകുന്ന ഓരോ മിനിറ്റും അവന്റെ ജീവന് തന്നെ ഭീഷണിയാണ് എന്നുള്ള തിരിച്ചറിവ് പോലീസ് അന്വേഷണത്തെ ദ്രുതഗതിയിലാക്കി. 50ഓളം വരുന്ന ഒരു പോലീസ് സംഘം ആ ഗ്രാമത്തിനു ചുറ്റുമുള്ള വനപ്രദേശങ്ങൾ മുഴുവൻ അരിച്ചുപെറുക്കിയെങ്കിലും കേസിനാസ്പദമായ ഒരു തെളിവ് പോലും കണ്ടെത്താൻ കഴിഞ്ഞില്ല. അടുത്ത ദിവസം ഫെബ്രുവരി 4-ാം തീയതി തിങ്കളാഴ്ചയോടെ പോലീസ് ടീം 3-4 സംഘങ്ങളായി പല വഴിക്ക് തിരിഞ്ഞ് അന്വേഷണം തുടങ്ങി. ഒരു സംഘം മൻകേഷിന്റെ സ്കൂളിൽ പോയി ടീച്ചേഴ്സിനോടും കുട്ടികളോടും കാര്യങ്ങൾ തിരക്കിയെങ്കിലും സംശയിക്കത്തക്കതായ ഒരു മൊഴിയും ലഭിച്ചില്ല. എന്നാൽ മൻകേഷ് മിസ്സിംഗ് ആയ ഫെബ്രുവരി 2-ാം തീയതി ആ ഗ്രാമത്തിലെ ഒരു സ്ഥലത്ത് നരബലി നടന്നിട്ടുണ്ട് എന്നുള്ള സംശയം നാട്ടുകാരിലൊരാൾ പോലീസുകാരോട് പറഞ്ഞു. ഇതോടെ പോലീസ് ആ സ്ഥലത്തെത്തുകയും അവിടെയുള്ളവരെ ചോദ്യം ചെയ്യുകയും ചെയ്തു. അങ്ങനെയൊരു സംഭവമേ നടന്നിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. നരബലി നടന്നതിന്റെ ഒരു ലക്ഷണവും അവിടെ നിന്നും പോലീസുകാർക്കും കണ്ടെത്താൻ കഴിഞ്ഞില്ല. പാവപ്പെട്ട ജനങ്ങൾ മാത്രം താമസിക്കുന്ന ആ ഗ്രാമത്തിലെ ഒരു സ്ഥാപനത്തിൽ പോലും CCTV ഇല്ലായിരുന്നുവെങ്കിലും ആ ഗ്രാമത്തിലേക്ക് പ്രവേശിക്കുന്ന വഴിയിൽ ഒരു പുതിയ കട വന്നിട്ടുണ്ട്. ആ കടയിൽ മാത്രമാണ് ഒരു CCTV ഉള്ളത്. ഇതോടെ പോലീസ് അതിന്റെ ഫുട്ടേജുകൾ പരിശോധിക്കാൻ തീരുമാനിച്ചു. ഫെബ്രുവരി 2-ാം തീയതി ആ ഗ്രാമത്തിലേക്ക് സംശയം തോന്നുന്ന രീതിയിൽ ആരെങ്കിലും വന്നിട്ടുണ്ടോ എന്നായിരുന്നു പോലീസ് പരിശോധിച്ചത്. അതിലെ വീഡിയോ ഫുട്ടേജുകൾ മുഴുവൻ കണ്ടതിനു ശേഷം പോലീസുകാർക്ക് ഒരു ഭിക്ഷാടകനെ സംശയം തോന്നി. അപ്രായമായ ഭിക്ഷാടകൻ ഫെബ്രുവരി 2-ാം തീയതി ഉച്ചയ്ക്ക് 12 മണിക്കാണ് ആ ഗ്രാമത്തിനകത്തേക്ക് പോയിരിക്കുന്നത്. വൈകുന്നേരത്തോടെ അയാൾ തിരിച്ചു പോകുന്ന സമയത്ത് അയാളുടെ തോളിൽ തൂക്കിയിട്ട നിലയിൽ വലിയൊരു ചാക്കുണ്ടായിരുന്നു. അത് കഷ്ടപ്പെട്ട് തൂക്കിപ്പിടിച്ചാണ് അയാൾ നടക്കുന്നത് എന്ന് ആ വീഡിയോ ഫുട്ടേജുകളിൽ വ്യക്തമായി കാണാം. ആ ചാക്കിനകത്ത് എന്തായിരിക്കുമെന്നുള്ളതായി പോലീസിന്റെ സംശയം. ഉടനെ തന്നെ CCTV ഫുട്ടേജുകളിൽ നിന്നുമുള്ള ആ ഭിക്ഷാടകന്റെ ഫോട്ടോകൾ ഗ്രാമത്തിനകത്തും അടുത്തുള്ള പോലീസ് സ്റ്റേഷനുകളിലേക്കെല്ലാം കൈമാറി. അതിനുശേഷം അയാൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ആരംഭിച്ചു. വീണ്ടും ഒരു ദിവസം കൂടി കടന്നുപോയി. പോലീസ് തിരച്ചിൽ തുടർന്നുകൊണ്ടേയിരുന്നു. ഫെബ്രുവരി 5-ാം തീയതി, അതായത് മൻകേഷ് പാട്ടീൽ മിസ്സിംഗ് ആയി 3-ാമത്തെ ദിവസം, അടുത്തുള്ള കാടിനകത്ത് നിന്നും ഒരു കുട്ടിയുടെ കാൽപാദം മാത്രം പോലീസുകാർക്ക് ലഭിച്ചു. ഗ്രാമത്തിന്റെ അതിർത്തിയിൽ നിന്നുമാണ് അത് കണ്ടെത്തിയത്. ഒരു കാൽപാദം വെച്ച് മാത്രം അത് മൻകേഷിന്റേതാണെന്ന് തിരിച്ചറിയാൻ സാധിക്കില്ല എന്നുള്ളതുകൊണ്ട് തന്നെ പോലീസ് ആ കാൽപാദത്തിൽ നിന്നും DNA കണ്ടെത്താൻ തീരുമാനിച്ചു. അതിനോടൊപ്പം തന്നെ ട്രെയിൻഡ് ആയിട്ടുള്ള സ്നിഫർ ഡോഗ്സിനെ സ്ഥലത്തെത്തിച്ച് പരിശോധനയും നടത്തി. കാൽപാദം ലഭിച്ച സ്ഥലത്തു നിന്നും മണം പിടിച്ചോടിയ സ്നിഫർ ഡോഗ് അവിടെ നിന്നും നേരെ പോയത് 1/2 കിലോമീറ്റർ ദൂരത്തുള്ള മൻകേഷ് പാട്ടീലിന്റെ വീട്ടിലേക്കായിരുന്നു. ഇതോടെ പോലീസ് മറ്റ് ശരീരഭാഗങ്ങൾക്കായുള്ള തിരച്ചിൽ തുടങ്ങി. 2019 ഫെബ്രുവരി 12-ന് ചഹാഡി ഗ്രാമത്തിൽ നിന്നും കുറച്ച് ദൂരെയുള്ള ആളൊഴിഞ്ഞ സ്ഥലത്ത് തലയില്ലാത്ത നിലയിൽ ഒരു ആൺകുട്ടിയുടെ ഡെഡ് ബോഡി കിടക്കുന്നുണ്ട് എന്നുള്ള വിവരം പോലീസുകാർക്ക് ലഭിച്ചു. 2 കൈകളും 1 കാലും വേർപെട്ട നിലയിൽ ജീർണിച്ചു തുടങ്ങിയ അവസ്ഥയിലാണ് പോലീസ് ആ ഡെഡ് ബോഡി കണ്ടെത്തിയത്. ഡെഡ് ബോഡിക്കരികിലെ വസ്ത്രങ്ങൾ വെച്ച് മരിച്ചത് മൻകേഷ് പാട്ടീൽ തന്നെയാണെന്ന് അവന്റെ അമ്മ ഗീതാബായി തിരിച്ചറിഞ്ഞു. പോലീസ് ക്രൈം സീനിൽ നിന്നും ലഭ്യമായ തെളിവുകളെല്ലാം കളക്ട് ചെയ്തു. അതിനുശേഷം വീണ്ടും സ്നിഫർ ഡോഗ്സിനെ സ്ഥലത്തെത്തിച്ച് പരിശോധന നടത്തി. സ്നിഫർ ഡോഗ്സ് അവിടെ നിന്നും വീണ്ടും ഓടിപ്പോയത് മൻകേഷിന്റെ വീട്ടിലേക്ക് തന്നെയായിരുന്നു. അപ്പോഴാണ് ഇൻവെസ്റ്റിഗേഷൻ ടീമിലെ ഒരു ഉദ്യോഗസ്ഥന് ചില സംശയങ്ങൾ വന്നത്. അതായത് 2 സ്ഥലങ്ങളിൽ നിന്നുമായിട്ടാണ് ശരീരഭാഗങ്ങൾ ലഭിച്ചത്. ആ 2 സ്ഥലത്തു നിന്നും സ്നിഫർ ഡോഗ്സ് മണം പിടിച്ചോടിപ്പോയത് മൻകേഷിന്റെ വീട്ടിലേക്ക് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ കില്ലർ മൻകേഷിനെ അവന്റെ വീട്ടിൽ നിന്നും ജീവനോടെയോ അല്ലാതെയോ ശരീരഭാഗങ്ങൾ കിട്ടിയ സ്ഥലത്തേക്ക് കൊണ്ടുവന്നിരിക്കണം. അതുമല്ലെങ്കിൽ ശരീരഭാഗങ്ങൾ കിട്ടിയ സ്ഥലത്തു നിന്നും കില്ലർ തിരിച്ച് മൻകേഷിന്റെ വീട്ടിലേക്ക് തന്നെ പോയിരിക്കണം. ആ ഉദ്യോഗസ്ഥന്റെ നിഗമനങ്ങൾ ശരിയാണെന്ന് മനസ്സിലാക്കിയ ഇൻവെസ്റ്റിഗേഷൻ ടീം മൻകേഷിന്റെ വീട് കേന്ദ്രീകരിച്ച് ഒരു അന്വേഷണം നടത്താൻ തീരുമാനിച്ചു. അതായത് നേരിട്ട് കുടുംബാംഗങ്ങളെ ചോദ്യം ചെയ്യാതെ അയൽവാസികളോട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. പരിചയമില്ലാത്ത ആരെങ്കിലും അടുത്ത കാലത്തായി മൻകേഷിന്റെ വീട്ടിലേക്ക് വന്നിട്ട് പോവാറുണ്ടോ എന്നായിരുന്നു പോലീസുകാർ അയൽവാസികളോട് ചോദിച്ചത്.
അപ്പോഴാണ് 25 വയസ്സ് തോന്നിക്കുന്ന ഒരാൾ കഴിഞ്ഞ കുറച്ചു മാസമായി ഇടയ്ക്കിടെ മൻകേഷിന്റെ വീട്ടിലേക്ക് വന്നു പോവാറുണ്ട് എന്ന് പോലീസുകാർക്ക് വിവരം ലഭിച്ചത്. അതാരാണെന്ന് വിശദമായി അന്വേഷിച്ചപ്പോഴാണ് അത് ദഗ്ദു പാട്ടീലിന്റെ സഹോദരിയുടെ മകൻ സമാധാൻ പാട്ടീലാണെന്ന് മനസ്സിലായത്. അതുപോലെ ദഗ്ദു പാട്ടീലും കുട്ടികളും വീട്ടിലില്ലാത്ത സമയത്ത് മാത്രമാണ് സമാധാൻ പാട്ടീൽ ആ വീട്ടിലെത്താറുള്ളത് എന്നും പോലീസുകാർക്ക് വിവരം ലഭിച്ചു. ഇതോടെയാണ് ഒരു അവിഹിത ബന്ധത്തിന്റെ സാധ്യത പോലീസുകാരുടെ മനസ്സിലേക്ക് വന്നത്. സമാധാൻ പാട്ടീലിന് ദഗ്ദു പാട്ടീലിന്റെ ഭാര്യ ഗീതാബായിയുമായി എന്തോ ബന്ധമുണ്ട് എന്ന് പോലീസുകാർ ഉറപ്പിച്ചു. ഉടനെ തന്നെ സമാധാൻ പാട്ടീലിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്തു. അതിനോടൊപ്പം ഫെബ്രുവരി 2-ന് സമാധാൻ പാട്ടീലിന്റെ ലൊക്കേഷനും പോലീസ് ട്രാക്ക് ചെയ്തു. മൻകേഷ് മിസ്സിംഗ് ആയ സമയത്ത് സമാധാൻ പാട്ടീൽ ആ ഗ്രാമത്തിലുണ്ടായിരുന്നു എന്ന് പോലീസുകാർക്ക് വിവരം ലഭിച്ചു. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞതോടെ കില്ലർ സമാധാൻ പാട്ടീൽ തന്നെയാണെന്ന് ഉറപ്പിച്ചായിരുന്നു പോലീസ് കേസന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയത്. പോലീസിന്റെ ചോദ്യം ചെയ്യലുകൾക്ക് തുടക്കത്തിൽ താൻ തന്റെ അമ്മാവിനെയും കുടുംബത്തെയും കാണാൻ വേണ്ടിയാണ് പോവാറുള്ളത് എന്നും മൻകേഷിന്റെ മരണത്തിൽ തനിക്കൊരു പങ്കുമില്ല എന്നുമാണ് സമാധാൻ പാട്ടീൽ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഒരു ഘട്ടത്തിൽ പോലീസിന്റെ ചോദ്യം ചെയ്യലിന്റെ രീതി മാറി. അതിൽ പിടിച്ചു നിൽക്കാൻ അവന് കഴിഞ്ഞില്ല. സമാധാൻ പാട്ടീൽ എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞു. പണ്ട് മുതൽ തന്നെ സമാധാൻ പാട്ടീൽ ദഗ്ദു പാട്ടീലിന്റെ വീട്ടിലേക്ക് ഇടയ്ക്കിടെ വരുമായിരുന്നു. ചില സമയങ്ങളിൽ ദഗ്ദു പാട്ടീൽ ദൂരസ്ഥലത്തേക്ക് ജോലിക്ക് പോവേണ്ടി വരുമ്പോൾ സമാധാൻ പാട്ടീൽ ആ വീട്ടിലിരിക്കാറുണ്ട്. അങ്ങനെ ഗീതാബായോട് അവന് ഒരടുപ്പം വന്നു തുടങ്ങി. ഗീതാബായോട് അവൻ അടുക്കാൻ ശ്രമിക്കുമ്പോഴൊന്നും അവർ അതിന് ഒരു എതിർപ്പും കാണിച്ചിരുന്നില്ല. ഇതോടെ അവർക്കിടയിൽ ഒരു രഹസ്യബന്ധം ഉടലെടുത്തു. അങ്ങനെ സമാധാൻ പാട്ടീൽ ഗീതാബായി മാത്രം വീട്ടിലുള്ള സമയങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് വന്നു പോവാൻ തുടങ്ങി. പക്ഷേ ഇത് ഇവിടം കൊണ്ടൊന്നും അവസാനിച്ചില്ല. ഇവരുടെ രഹസ്യബന്ധം മൂന്നാമതൊരാൾക്കുകൂടി അറിയാമായിരുന്നു. സമാധാൻ പാട്ടീലിന്റെ സുഹൃത്തായ രാജേന്ദ്ര പാട്ടീൽ. സമാധാൻ ഓരോ തവണയും ഗീതാബായെ കാണാൻ പോയതിനു ശേഷം അന്ന് നടന്ന കാര്യങ്ങളെല്ലാം തന്നെ രാജേന്ദ്ര പാട്ടീലിനോട് പറയുമായിരുന്നു. ഒരു ഘട്ടത്തിൽ രാജേന്ദ്ര തനിക്കും ഗീതാബായോട് താല്പര്യമുണ്ടെന്നും തന്നെയും അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോകണമെന്നും സമാധാൻ പാട്ടീലിനോട് പറയുന്നു. അങ്ങനെ ഒരു ദിവസം സമാധാൻ പാട്ടീൽ രാജേന്ദ്രയെയും കൂട്ടി ഗീതാബായുടെ വീട്ടിലേക്ക് പോയി. രാജേന്ദ്രയ്ക്കും ഗീതാബായോട് താല്പര്യമുണ്ടെന്നും തന്നെ എങ്ങനെയാണോ കാണുന്നത് അതുപോലെ തന്നെ രാജേന്ദ്രയെയും കാണണമെന്നും സമാധാൻ പാട്ടീൽ ഗീതാബായോട് പറഞ്ഞു. അതിനും ഗീതാബായി ഒരു എതിർപ്പും കാണിച്ചില്ല. അങ്ങനെ ഒരു 5 മാസക്കാലം ഗീതാബായി ഇവരുടെ രണ്ടുപേരുടെയും കൂടെ അവിഹിത ബന്ധത്തിൽ ഏർപ്പെട്ടു. ഗീതാബായി മാത്രം വീട്ടിലുള്ള സമയങ്ങളിൽ സമാധാൻ പാട്ടീലും രാജേന്ദ്ര പാട്ടീലും മാറി മാറി വരുന്നത് പതിവായി. അതുപോലെ ഫെബ്രുവരി 2-ാം തീയതി രാജേന്ദ്ര പാട്ടീലാണ് ഗീതാബായെ കാണാൻ വന്നിരുന്നത്. അന്ന് ശനിയാഴ്ചയായിരുന്നതുകൊണ്ട് കുട്ടികൾ കൃത്യം 2 മണിക്ക് തന്നെ വീട്ടിലെത്തുമെന്നും അതിനു മുൻപായി രാജേന്ദ്ര വീട്ടിൽ നിന്നും പോയാൽ മതിയെന്നാണ് ഗീതാബായി പറഞ്ഞത്. പക്ഷെ അന്ന് ഉച്ചഭക്ഷണം വീട്ടിൽ പോയി കഴിക്കാമെന്നും പറഞ്ഞ് മൻകേഷ് പാട്ടീൽ സഹോദരിയെയും കൂട്ടി നേരത്തെ തന്നെ സ്കൂളിൽ നിന്നും ഇറങ്ങി 1:30 വീട്ടിലെത്തുകയും ചെയ്തു. ഈ സമയത്ത് വീടിനകത്ത് ഗീതാബായിയുടെ കൂടെ രാജേന്ദ്രയും ഉണ്ടായിരുന്നു. സ്കൂളിൽ നിന്നും വീട്ടിലെത്തിയതും മൻകേഷിന്റെ സഹോദരി ബാഗ് വീടിന്റെ വരാന്തിയിൽ വെച്ചതിനു ശേഷം കളിക്കാനായി അടുത്തുള്ള വീട്ടിലേക്ക് ഓടി. മൻകേഷ് പാട്ടീൽ മാത്രമാണ് വീടിനകത്തേക്ക് കയറിയത്. വാതിൽ തള്ളി തുറന്നതും അവൻ കണ്ട കാഴ്ച അമ്മ മറ്റൊരു പുരുഷന്റെ കൂടെ കട്ടിലിൽ കിടക്കുന്നതാണ്. ആ ചെറിയ പയ്യൻ എന്തു ചെയ്യണമെന്ന് പോലും അറിയാതെ സ്തംഭിച്ചു നിന്നുപോയി. ഈ സമയം രാജേന്ദ്ര പാട്ടീൽ ഒരു വലിയ മരകഷ്ണമെടുത്ത് മൻകേഷിന്റെ തലയിൽ ആഞ്ഞടിച്ചു. അവൻ വേദന കൊണ്ട് നിലത്ത് വീണു. ഗീതാബായി പെട്ടെന്ന് തന്നെ പുറത്തുപോയി വാതിലടച്ചു. രാജേന്ദ്ര അവന്റെ കയ്യിലുണ്ടായിരുന്ന മരകഷ്ണം കൊണ്ട് തന്നെ മൻകേഷിന്റെ തലയിൽ പലതവണ അടിച്ച് മരണം ഉറപ്പുവരുത്തി. അതിനുശേഷം ഡെഡ് ബോഡി ഒരു ചാക്കിൽ കെട്ടി വീടിന്റെ പുറകുവശത്ത് കൊണ്ടുവച്ച് വീടിനകത്തായ ചോര മുഴുവൻ കഴുകി വൃത്തിയാക്കി. ഈ സമയത്തെല്ലാം ഗീതാബായി വീടിന്റെ വരാന്തിയിൽ തന്നെ ഇരുന്ന് മകൾ അകത്തേക്ക് കയറാതിരിക്കാൻ ശ്രദ്ധിച്ചു. എല്ലാത്തിനും ശേഷം രാജേന്ദ്ര സമാധാൻ പാട്ടീലിനെ വിളിച്ച് കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു. മൻകേഷ് പാട്ടീലിന്റെ കാര്യം പുറത്തറിഞ്ഞാൽ രാജേന്ദ്രയെ പോലീസ് പിടിക്കുമെന്ന് ഉറപ്പാണ്. രാജേന്ദ്രയെ ചോദ്യം ചെയ്താൽ തനിക്ക് ഗീതാബായിയുമായുള്ള ബന്ധം പുറത്തറിയുമെന്നുള്ള ഭയത്തിൽ സമാധാൻ പാട്ടീൽ പെട്ടെന്ന് തന്നെ അവിടെയെത്തി. അതിനുശേഷം സമാധാൻ പാട്ടീലും രാജേന്ദ്രയും കൂടെ മൻകേഷ് പാട്ടീലിന്റെ ബോഡി ഡിസ്പോസ് ചെയ്യുന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ഡെഡ് ബോഡി പല കഷ്ണങ്ങളായി മുറിച്ച് വനത്തിനകത്ത് ഉപേക്ഷിക്കാൻ അവർ തീരുമാനിച്ചത്. അവർ പ്ലാൻ ചെയ്തതുപോലെ തന്നെ മൻകേഷ് പാട്ടീലിന്റെ ഡെഡ് ബോഡി കഷ്ണങ്ങളായി മുറിച്ച് ചാക്കിലാക്കി കാടിന്റെ പല ഭാഗങ്ങളിൽ കൊണ്ട് ഉപേക്ഷിച്ചു. ഇത്രയൊക്കെ സംഭവിച്ചിട്ടും ഒന്നും അറിയാത്തതുപോലെ ഗീതാബായി വീട്ടുകാരുടെയും നാട്ടുകാരുടെയും മുന്നിൽ കരഞ്ഞഭിനയിച്ചു. ഒടുവിൽ പോലീസ് സമാധാൻ പാട്ടീലിനെയും രാജേന്ദ്ര പാട്ടീലിനെയും അറസ്റ്റ് ചെയ്തതോടെയാണ് ഞെട്ടിക്കുന്ന സത്യങ്ങൾ പുറത്തറിഞ്ഞത്. ഏതാനും മണിക്കൂറുകൾക്കകം ഗീതാബായിനെയും പോലീസ് അറസ്റ്റ് ചെയ്തു.
കസ്റ്റഡിയിൽ വെച്ച് രാജേന്ദ്രയും ഗീതാബായും കുറ്റം സമ്മതിച്ചു. ഡെഡ് ബോഡി പല കഷ്ണങ്ങളായി മുറിച്ച് തെളിവ് നശിപ്പിക്കാൻ സഹായിച്ചതായി സമാധാൻ പാട്ടീലും സമ്മതിച്ചതോടെ കേസ് കോടതിയുടെ പരിഗണനയിലെത്തി. എന്നാൽ ഈ കേസിലെ വിചാരണ ഇനിയും പൂർത്തിയായിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശിക്ഷയും കാത്ത് ആ 3 പേരും ഇന്നും ജയിലിലാണ്. ഈ 3 പേർക്കും എന്ത് ശിക്ഷ നൽകണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? കമന്റ് ചെയ്ത് പറയൂ. പുതിയൊരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറിയുമായി വീണ്ടും കാണാം. ബൈ.